+1 ഓൺലൈൻ അപേക്ഷ മൊബൈൽ ഫോൺ വഴി ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടി പല വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എങ്ങനെ നമുക്ക് മൊബൈൽ ഫോൺ വഴി അപേക്ഷ കൊടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള, അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഏതാണോ ആപ്ലിക്കേഷൻ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഗൂഗിളിൽ നിങ്ങൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ HSCAP കേരള എന്ന് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആദ്യം കാണുന്ന ലിങ്ക് hscap.kerala.gov.in അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് HSCAPൻ്റെ യഥാർത്ഥ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിലൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ ജസ്റ്റ് സൂം ഇൻ ചെയ്തിട്ട് ആ അഡ്വർടൈസ്മെൻറ്റ് ക്ലോസ് ചെയ്യുക. തുടർന്ന് നിങ്ങൾ 4 ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് അതിൽ നാലാമത്തത് നിങ്ങൾ വ്യൂ പ്രോസ്പെക്ട്സ്, അതേപോലെ ഹൗ ടു അപ്ലൈ ഓൺലൈൻ ഒഫീഷ്യൽ വീഡിയോ. അതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ SWS നിങ്ങൾ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾ സെലക്ട് ഡിസ്ട്രിക്റ്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏതാണോ ജില്ല ആ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോടാണെങ്കിൽ ഞാനിപ്പോൾ കൊടുക്കുന്ന വിദ്യാർത്ഥി ഇവിടെ ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് റീസെറ്റ് 2 ഓപ്ഷനാണുള്ളത്. അതിൽ നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് രണ്ടാമത്തെ വിൻഡോയിൽ പോകുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സെലക്ട് സ്കീം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഈ ഒരു വിൻഡോയിൽ ഒന്നാമത് സെലക്ട് സ്കീമാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വർഷം കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഒന്നാമത്തെ നമ്പർ, അതായത് SSLC 2019-2020, ഇപ്പോൾ ഈ വർഷം അതായത് മാർച്ചിൽ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക SSLC 2019-2020. ശ്രദ്ധിക്കണം, തൊട്ട് താഴെയുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. അതിനുശേഷം രജിസ്റ്റർ നമ്പറാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ തെറ്റുകൂടാതെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വിദ്യാർത്ഥികൾ അവരുടെ രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ്, നിങ്ങളുടെ മന്ത് ഓട്ടോമാറ്റിക് അതിൽ വരും. മാർച്ച്, അതുപോലെ ഇയർ ഓഫ് പാസ് 2020 അത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി ശ്രദ്ധിക്കേണ്ടതാണ് ഡേറ്റ് ഓഫ് ബർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൃത്യമായിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2005. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ നമ്പറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൊബൈൽ നമ്പർ. കാരണം നിങ്ങളുടെ മൊബൈൽ നമ്പറിലാണ് OTP വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ കേസിൽ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മോഡ് ഓഫ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സ്വന്തമായിട്ടാണെങ്കിൽ നിങ്ങൾ സെൽഫ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ സ്കൂളിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക്. ഇവിടെ സ്വന്തമാണ് ചെയ്യുന്നത് കൊണ്ട് സെൽഫ് എന്ന് കൊടുത്തു. ശേഷം നിങ്ങൾ എൻ്റർ ദി ക്യാപ്ച കോഡ്. അപ്പോൾ ഇവിടെയുള്ള ക്യാപ്ച കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതായത് ഇവിടെ അടിയിൽ നിങ്ങൾക്ക് 5 അക്ക നമ്പർ കാണാൻ പറ്റും. ആ 5 അക്ക നമ്പർ നിങ്ങൾ തെറ്റുകൂടാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 62552. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ സ്റ്റെപ്പിലുള്ളത്. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ വിൻഡോയിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുവാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇവിടെ എടുത്ത് വെക്കാം. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് സെലക്ട് സ്കൂൾ ഇൻ വിച്ച് കാൻഡിഡേറ്റ് പാസ്ഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. അപ്പോൾ ഈ കുട്ടി ഏത് സ്കൂളിലാണ് ഇപ്പോൾ SSLC പാസ്സായത് ആ സ്കൂളാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കുട്ടി പാസ്സായ സ്കൂൾ എവിടെയാണ് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ തുടർന്ന് അടുത്ത രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതിൽ വരുന്നതാണ്. നെക്സ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് നെയിം, അതുപോലെ ജെൻഡർ, കാസ്റ്റ് ഇതൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക് വരും. അപ്പോൾ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കമ്മ്യൂണിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ SLCയിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഏതാണോ വന്നിട്ടുള്ളത് അതേപോലെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ കുട്ടിയുടെ കമ്മ്യൂണിറ്റി കൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത കോളത്തിൽ നിങ്ങൾക്ക് ബിലോങ്സ് ടു OEC എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം റിസർവ് ചെയ്തിട്ടുള്ളവർ ആരൊക്കെയാണെന്നുള്ളത് സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അനുബന്ധം 2 നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ബിലോങ്സ് ടു OEC, ഇത് ഈ OECയിൽ വരുന്ന ആരൊക്കെയാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കേസിൽ OBC മുസ്ലിമാണ്. അപ്പോൾ അത് ഞാൻ കൊടുത്തു. അടുത്തത് നിങ്ങളിതിൽ സംശയം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ SLC ബുക്കിൽ രേഖപ്പെടുത്തി എന്താണോ അതേപോലെ നിങ്ങൾ കൊടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് ഇതിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കാണുവാൻ സാധിക്കും.
ഗോൾഡൻ നെയിം ഓക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ നമ്പർ മാൻഡേറ്ററി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തെറ്റുകൂടാതെ ആധാർ നമ്പർ നിങ്ങൾ കൊടുക്കുക. അത് വളരെ കമ്പൽസറി ആണ്. അപ്പോൾ അത് പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കേസിൽ ഈ കുട്ടിയുടെ ആധാർ നമ്പർ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതർ ഡീറ്റെയിൽസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വെദർ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. അതിപ്പോൾ അതൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അതേപോലെ തന്നെ മൈനോറിറ്റി ലാംഗ്വേജ് അതിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് വരില്ല. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഡിഫറെൻറ്റ് ആബിൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അതേപോലെ തന്നെ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ബ്ലൈൻഡ് അതേപോലെ തന്നെ അങ്ങനെയുള്ള വൈകല്യങ്ങളുള്ളവർ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്തതിലോട്ട് പോകാം. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജില്ല ചോദിച്ചു, അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുക. താലൂക്ക് ചോദിക്കും, അത് നിങ്ങൾ കൊടുക്കുക. ശേഷം നിങ്ങളുടെ ലോക്കൽ ബോഡി നിങ്ങളുടെ പഞ്ചായത്ത് എവിടെയാണോ അത് നിങ്ങൾ ജസ്റ്റ് ഇതിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെസിഡൻസ് ഡീറ്റെയിൽസിൽ കൊടുക്കുക. ശേഷം നിങ്ങൾ രണ്ടാമത് വീണ്ടും കോൺടാക്റ്റ് ഡീറ്റെയിൽസ് വീണ്ടും ഇതേപോലെ കൊടുക്കുക. പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക. അതേപോലെ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അഡ്രസ്സ് ഇതിൽ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാകും. കാരണം നിങ്ങൾ SLC എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ സാധിക്കുന്നതാണ്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക. നിങ്ങൾ SLC ബുക്കിൽ അതേ രീതിയിൽ തന്നെയാണ് ഇതിൽ എൻ്റർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിൻകോഡാണ്. പിൻകോഡ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളിതിൽ ടൈപ്പ് ചെയ്യണം, മറന്നു പോകരുത്. ഇനി രണ്ടാമത് വീണ്ടും നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ വീണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ടതായ നിങ്ങൾ സെയിം ആസ് പെർമനൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്താൽ മതി. കാരണം നിങ്ങളിപ്പോൾ താമസിക്കുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്ന് തന്നെയാണെങ്കിൽ നിങ്ങൾ സെയിം ആസ് പെർമനൻറ്റ് എന്ന് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടതാണ് മൊബൈൽ നമ്പർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊബൈൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ നിങ്ങൾ സ്കൂൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ വിളിക്കുക ഈ നമ്പറിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കാതെ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി രക്ഷിതാക്കളുടെ നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയാണ് ഈ പാർട്ടിൽ. ഇനി നമുക്ക് അടുത്ത സൈഡിലോട്ട് പോകാം. ഇനിയാണ് നിങ്ങൾ ബോണസ് പോയിൻ്റ് ഡീറ്റെയിൽസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബോണസ് നിങ്ങൾ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക. കിട്ടാത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് ക്യാൻസലായിപ്പോൾ നിങ്ങൾക്ക് എവിടെയും അഡ്മിഷൻ കിട്ടാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ബോണസ് ആയിട്ടുള്ള NCC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്യുക. അതേപോലെ സ്വിമ്മിംഗ് നീന്തൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം, അതേപോലെ തന്നെ SPC ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ജവാന്മാർ അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോൺ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്പോർട്സിൽ നിങ്ങൾ പാർട്ടിസിപ്പൻ്റ് ആണെങ്കിൽ, നിങ്ങൾ സ്റ്റേറ്റ് ലെവലാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സെക്കൻഡ് എവിടെയാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1, 2, 3 ഓപ്ഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ സ്പോർട്സ് പാർട്ടിസിപ്പൻസ് ഉള്ളവർ നിങ്ങൾക്ക് ഏത് ലെവലാണോ എന്നുള്ളത് ആ ലെവൽ നോക്കിയിട്ട് നിങ്ങളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് മറ്റു കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടി നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് സയൻസ് ഫെയർ, സ്റ്റേറ്റ് സോഷ്യൽ സയൻസ് ഫെയർ, അതേപോലെ തന്നെ സ്റ്റേറ്റ് IT ഫെയർ, മാത്സ് ഫെയർ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഓപ്ഷനിൽ നിങ്ങൾ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് ഗ്രേഡാണോ നിങ്ങൾക്ക് കിട്ടിയത് ആ ഗ്രേഡ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഗ്രേഡ് A, ഗ്രേഡ് B, ഗ്രേഡ് C ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുക. അതേപോലെ തന്നെ സ്കൂളിൽ നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബുകളിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ക്ലബ്ബുകൾ കാണാൻ പറ്റും. സാധാരണ സോഷ്യൽ സയൻസ് ക്ലബ്ബ്, മാത്തമാറ്റിക്സ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, IT ക്ലബ്ബ് ഇങ്ങനെ ഏതെങ്കിലും ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്കൻഡ് വിൻഡോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ മുകളിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തത് ആപ്ലിക്കേഷൻ നമ്പർ മുകളിൽ വന്നു, നമ്മുടെ സ്കൂൾ സെലക്ട് ചെയ്തു. അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വന്നു. അതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് കമ്മ്യൂണിറ്റി അഡ്രസ്സാണ്. അതേപോലെ തന്നെ നിങ്ങൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഇതൊന്നും നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ റെസിഡൻസ് ഡീറ്റെയിൽസ് അതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ പിൻകോഡ് നിങ്ങളവിടെ കൊടുക്കുക, അതും വിട്ടുപോകരുത്. അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ച നിങ്ങൾക്ക് ലഭിച്ച ബോണസ് മാർക്കിൻ്റെ ഡീറ്റെയിൽസാണ്. NCC സ്വിമ്മിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾ ക്ലബ്ബുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വിൻഡോയിൽ നിങ്ങൾ തെറ്റാതെ നിങ്ങൾ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം സർട്ടിഫിക്കറ്റ് ഉള്ളത് മാത്രം നിങ്ങൾ കൊടുക്കുക. ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ ടിക്ക് ചെയ്തെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിൻഡോയിലോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ
മാർക്ക് ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ഇതിൽ വന്നത് കാണാം. ഇതേപോലെ നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ വീണ്ടും നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റേജിലെത്തി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വളരെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ സ്കൂൾ കോഡ് സെലക്ഷനാണ്. നിങ്ങളിവിടെ സ്കൂൾ സെലക്ഷനും അതേപോലെ കോഡ് സെലക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര സ്കൂളാണ് നിങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ആ സ്കൂളിൻ്റെ കോഡ് നമ്പർ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ് ഞാൻ അനുബന്ധം 7 ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സ്കൂളിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ സ്കൂൾ കോഡ് എഴുതി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ കാര്യത്തിൽ 7 സ്കൂളാണ് കുട്ടിക്ക് പഠിക്കുവാൻ താല്പര്യമുള്ളത്. അപ്പോൾ ആ സ്കൂളുകളുടെ കോഡ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ കോഡ് അടിക്കുമ്പോൾ തന്നെ സ്കൂളിൻ്റെ പേര് വന്നു. ഉദാഹരണത്തിന് ഗവൺമെൻറ് HSS കുറ്റ്യാടി. ഓക്കെ, ഇനി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഴ്സ് കോഡാണ്. അപ്പോൾ ആ സ്കൂളിലെ കോഴ്സ് കോഡുകളാണ് ഇവിടെ ഉള്ളത്. കോഡ് നമ്പർ 1, 10, 37 അതേപോലെ 39. അപ്പോൾ ഈ കുട്ടിക്ക് പഠിക്കുവാൻ താല്പര്യം സയൻസ് ആണ്, അതുകൊണ്ട് തന്നെ കോഡ് 1. അപ്പോൾ ഇവിടെ കോഡ് 1 പ്രത്യേകം പറഞ്ഞിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ബയോളജി സയൻസ് ആണ് പഠിക്കുവാൻ താല്പര്യമെങ്കിൽ കോഡ് നമ്പർ 1 ആണ്. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻ കോഡുകളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കോഴ്സ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബയോളജി സയൻസ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ബയോളജി സയൻസ് 1 ആണ് കോഡ് നമ്പർ. അപ്പോൾ 1 ഇല്ലാത്ത സ്കൂളുകളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൊടുക്കരുത്. ബയോളജി സയൻസ് കോഡ് നമ്പർ 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ 1 ഉണ്ട്. അതേപോലെ ഈ സ്കൂളിൽ 10, 37 അതേപോലെ 39 ഉണ്ട്. അപ്പോൾ കൊമേഴ്സുകാരാണ് 39 കാണാം, 37 കാണാം, 38 കാണാം. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ കോമ്പിനേഷനൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഒന്നുകൂടി നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ ഇനി ഈ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഒന്നാമത്തത് ഫിസിക്സ്, കെമിസ്ട്രി അത് കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഇവിടെ ആക്ഷൻ സേവ് എന്ന ബട്ടൺ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ സ്കൂൾ ഞാൻ ഓൾറെഡി ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ എനിക്ക് കൊടുക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സ്കൂൾ സെലക്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ സെലക്ട് കോഴ്സ് 1. അപ്പോൾ 2 സ്കൂൾ കൊടുത്തു. നമ്മൾ കൊടുത്ത സ്കൂളുകൾ നമുക്ക് തൊട്ട് താഴെ നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ സ്കൂൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്കൂളുകളും ഫസ്റ്റ് കെമിസ്ട്രി അതായത് ബയോളജി സയൻസ് കൊടുത്തു. ഇനി നാലാമത്തെ സ്കൂൾ കൊടുക്കുകയാണ് 24. ഓക്കെ, അപ്പോൾ അവിടെയും ഫസ്റ്റ് ചോയ്സ് ബയോളജി സയൻസ് കൊടുത്തു. നെക്സ്റ്റ് ഓക്കെ, അപ്പോൾ ഞാനിവിടെ 5 സ്കൂൾ കൊടുത്തു. കുട്ടിക്ക് താല്പര്യം 6 സ്കൂൾ വരെയാണ്. അപ്പോൾ ആ 6 സ്കൂൾ വരെയുള്ളതാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. റെഡി. അപ്പോൾ ഇവിടെ 6 സ്കൂളുടെ ലിസ്റ്റ് ഇതിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും എല്ലാ സ്ഥലത്തും കോഡ് നമ്പർ 1 ആണ് കൊടുത്തത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര സ്കൂളുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ജില്ലയിലാണെങ്കിൽ ആ ജില്ലയിൽ എത്ര സ്കൂളുണ്ട് അത്രയും നിങ്ങൾക്ക് കോമ്പിനേഷൻ നിങ്ങൾക്ക് സ്കൂളും അതേപോലെ തന്നെ കോമ്പിനേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സയൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇൻ കേസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഓപ്ഷൻ കൂടി നിങ്ങൾ കൊടുക്കൽ നിങ്ങളുടെ അഡ്മിഷന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ലഭിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഈ പറയപ്പെട്ട സ്കൂളുകളിൽ ഒന്നുകൂടി അവിടെയൊക്കെയുള്ള രണ്ടാമത്തെ സ്കൂൾ കൂടി കൊടുക്കുകയാണ്, രണ്ടാമത്തെ കോമ്പിനേഷൻ കൂടി കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓർഡറിൽ നേരത്തെ കൊടുത്ത അതേ ഓർഡറിൽ തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, നേരത്തെ ആദ്യം കൊടുത്ത സ്കൂൾ കോഡ് വീണ്ടും അടിക്കുകയാണ്. അതിനുശേഷം അവിടെയുള്ള രണ്ടാമത്തെ ഏതെങ്കിലും ഒരു കോഴ്സ്, അപ്പോൾ അത് ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അത് വേണമെങ്കിൽ കൊടുക്കാം. നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കുക. കാരണം ഒരു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ അത് കിട്ടിയാൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് നിങ്ങളത് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കേസിൽ കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ വിചാരിച്ച മാർക്കിലൂടെ തന്നെ നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ കാര്യത്തിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷന് ഇവിടെ കൊടുക്കുകയാണ്. അങ്ങനെ നേരത്തെ നിങ്ങൾ കൊടുത്ത അതേ രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാ സ്കൂളുകളിലും നിങ്ങൾ കോഴ്സ് രണ്ടാമത്തെ കോമ്പറ്റീഷൻ കൂടി നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ 6 സ്കൂളുകളിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ കൂടി നിങ്ങൾ കോമ്പിനേഷൻ രണ്ടാമത്തെ ആ സ്കൂൾ ഏതാണ് കോഴ്സുള്ളത് അതുകൂടി നിങ്ങൾ കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്കൂളുകൾ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ കൊമേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ ഇതേ റാങ്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റിൽ നിങ്ങൾക്ക് സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്കത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ
കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് സബ്മിറ്റ് ഡീറ്റെയിൽ എന്നുള്ള ഓപ്ഷൻ കാണുവാൻ പറ്റും. അവിടെ നിങ്ങൾ ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, അതേപോലെ തന്നെ ഡേറ്റ്, അതേപോലെ ഇഷ്യൂയിങ് അതോറിറ്റി എന്നീ കാര്യങ്ങൾ നിങ്ങൾക്ക് കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങളിത് കൊടുക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആദ്യം മേടിക്കുക, അതിനുശേഷം നിങ്ങളിത് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ നേരത്തെ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വിൻഡോയിലോട്ട് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നിങ്ങൾ അടുത്ത സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങൾ ഇതുവരെ കൊടുത്ത എല്ലാ ഡാറ്റകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നുകൂടി വായിച്ച് നോക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇവിടെ നിങ്ങൾ സ്കൂൾ ഡീറ്റെയിൽ നിങ്ങൾ കൊടുത്തു, അതേപോലെ സ്കൂൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ ഞാൻ നേരത്തെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഡാറ്റകളൊക്കെ ഒന്നുകൂടി നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ, നിങ്ങൾ ചെയ്ത ഡാറ്റകൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കോ അങ്ങനെയുള്ള വല്ലതും സംഭവിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞാനെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് നിങ്ങളൊന്നുകൂടി നോക്കുക, കാരണം മാർക്കൊന്നും മാറുവാൻ സാധ്യതയില്ല, ഓട്ടോമാറ്റിക്കാണ്. അതേപോലെ തന്നെ കുട്ടിയുടെ നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ സ്കൂൾ ഡീറ്റെയിൽസ്, അതാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ തെറ്റിപ്പോകാൻ പാടുള്ളതല്ല. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ എല്ലാം റെഡിയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അവസാനത്തെ സ്റ്റേജിലോട്ട് പോവുക. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിലെല്ലാം ഞാൻ ചെക്ക് ചെയ്തു, അപ്പോൾ മിസ്റ്റേക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഈ വിൻഡോയുടെ ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഡിക്ലറേഷൻ കാണാൻ സാധിക്കും. അവിടെ ഡിക്ലറേഷൻ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആർ യു ഷുവർ ടു കൺഫേം ഫൈനലി, നോ ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ആഫ്റ്റർ ഫൈനൽ കൺഫർമേഷൻ. ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്കിവിടെ ആപ്ലിക്കേഷൻ നമ്പർ, എനിക്കിവിടെ നേരത്തെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്കിത് ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്, ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻ്റബിൾ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഈ ഫസ്റ്റത്തെ നിങ്ങളിത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ചെയ്ത് വെച്ച നിങ്ങളുടെ PDF ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ അടുത്ത ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മൊബൈൽ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നിങ്ങൾ എവിടെയും നിങ്ങൾ പുറത്ത് പോയി നിങ്ങൾ റിസ്ക് എടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഡെമോ വീഡിയോ ഞാൻ ഒരു വിദ്യാർത്ഥിയുടെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതേ പ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക, തെറ്റുകൂടാതെ ചെയ്യുക. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ഈ പ്രിൻ്റ് ഫോർമാറ്റ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഫോണിൽ തന്നെ വെച്ചാൽ മതി. നിങ്ങൾ ഈ വർഷം നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ ഈ പ്രിൻ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യം കൂടി ഇല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അതേപോലെ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലരും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് അറിയാതെ പുറത്തു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്കും സ്വന്തമായിട്ട് വീടുകളിൽ വെച്ച് സ്മാർട്ട് ഫോൺ വഴി അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീഡിയോയിൽ ട്രയൽ അലോട്ട്മെൻറ്റ്, അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് അടച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.